ഈ കൽപ്പാത്തി തേര് രഥം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെടും. രാത്രി അവസാനം 3 ദിവസം കരിമാവിയെ കെട്ടി വെക്കുന്ന മാതിരി ഇതുപോലെ കെട്ടി വെച്ചിട്ട് അതിന് മുകളിൽ തേരുകളെല്ലാം സംഗമസ്ഥാനത്തെത്തിയപ്പോഴേക്കും 7 മണി കഴിഞ്ഞിരുന്നു. ആരവങ്ങളും വാദ്യമേളങ്ങളും അലങ്കാര വിളക്കുകളുമൊക്കെയായി ഒരു അരങ്ങ് തന്നെയായിരുന്നു കൽപ്പാത്തി. ഈ ദേവസംഗമത്തോടെ ഈ വർഷത്തെ രഥോത്സവം അവസാനിച്ചിരിക്കുകയാണ്. മഹാദേവനെ കാണാനെത്തിയ ദേവന്മാരെല്ലാം തിരികെ പോകും, അടുത്ത കൊല്ലം കാണാമെന്നും പറഞ്ഞ്. വളരെ പണിപ്പെട്ടാണ് ഞങ്ങൾ ദേവസംഗമ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് കടന്നത്. തിരക്കിനിടയിലൂടെ പതിയെ നടന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടൻചേട്ടനെ വീണ്ടും കണ്ടു. നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ടാവാം ചേട്ടൻ ഞങ്ങളെ രഥോത്സവത്തിന്റെ സംഘാടകനായ ഒരു രാജകുടുംബാംഗത്തിന് പരിചയപ്പെടുത്തി. അദ്ദേഹം ഞങ്ങൾക്ക് രഥോത്സവത്തെക്കുറിച്ചുള്ള കൂടുതൽ ചരിത്രം പറഞ്ഞു തന്നു. നമസ്കാരം. ഓം നമശിവായ. നമസ്കാരം. നമ്മുടെ ഈ 2025 രഥോത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. നവംബർ 8 തീയതി കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ച് 7 ദിവസം കൊടിയേറ്റത്തിന് ശേഷം 12 തീയതി 5 തീയതി നാളെ, അതിനുശേഷം 1 തീയതി 14, 2 തീയതി 15, 3 തീയതി ഇന്ന് അവസാനത്തെ രഥസംഗമത്തിനുള്ള സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 600 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. അതായത് 1424 ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു ബാണലിംഗം കൊണ്ടുവന്ന് കാശിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുത്തെ അന്നത്തെ രാജഭരണത്തിലിരിക്കുന്ന ശേഖരവർമ്മ വലിയ രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് കാശിയിലും ഗംഗയുണ്ട്, ഇവിടെ ഒരു നദിയുണ്ട്, നമുക്ക് ഇവിടെ കൽപ്പാത്തിയുടെ തീരത്ത് വിശ്വാസസ്വാമിയെ പ്രതിഷ്ഠിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ രാജാവ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അതിന് അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത സുഹൃത്തായ വലിയ ഓൾക്കേടത്തിലെ ഇട്ടിക്കോമ്പിയച്ച് എന്ന് പറയുന്ന അദ്ദേഹവും രാജകുടുംബമാണ്, അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ഈ ക്ഷേത്രം പണിഞ്ഞ് വളരെ നന്നായി നടത്തണമെന്നുള്ള നേതൃത്വം കൊടുക്കുകയും 1 വർഷത്തിനകം തന്നെ ക്ഷേത്രം പണിഞ്ഞ് പ്രതിഷ്ഠ നടത്തുകയും തുടർന്ന് ക്ഷേത്രത്തിലെ ചിലവിലേക്കായി 4000 ഏക്കർ ഭൂമി ക്ഷേത്ര ചിലവിനുള്ള നെല്ലിനും മറ്റു ധാന്യവിളകളും മറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള കൃഷിഭൂമിയും നൽകിയിരുന്നു. അതൊക്കെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രഭൂമി മാത്രമേ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയുടെ കയ്യിലുള്ളൂ. 600 വർഷമായിട്ട് പാരമ്പര്യമായിട്ട് വലിയ കോണിക്കടത്തിലെ കാരണവന്മാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാരണവർ VK ചന്ദ്രശേഖര വർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായാധികം കാരണം അതിനൊരു മാനേജിംഗ് ട്രസ്റ്റായിട്ട് സുജിത് വർമ്മ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ രഥോത്സവം നടക്കുന്നത്. ഇത് വളരെ മംഗളമായി തന്നെ ഇപ്പോൾ തീരാൻ പോവുകയാണ്. ഇനി അടുത്ത വർഷം വരെ ഇവിടുത്തെ ഓരോ ഗ്രാമത്തിലെ ഓരോ ആൾക്കാരും അടുത്ത വർഷത്തെ രഥോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നെ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, അടുത്ത വർഷം 2026 മെയ് 25 തീയതി ഇവിടുത്തെ കുംഭാഭിഷേകമാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ ലെവലിലായിരുന്നു, അതിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. വിദേശത്തുനിന്നും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഈ രഥോത്സവത്തിൻ്റെ സംഗമ സമയത്ത് പിന്നെ കുംഭാഭിഷേകത്തിന് കൂടി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും കൽപ്പാത്തിയിൽ വന്ന് കുംഭാഭിഷേകവും ഞങ്ങളെ വളരെ നന്നാക്കി ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. എല്ലാ ഭക്തജനങ്ങളും വരണം. താങ്ക് യു സാർ, ഇത്രയും നേരം വിലപ്പെട്ട അറിവുകളെ സമ്മാനിച്ചത്. താങ്ക് യു. കൽപ്പാത്തിയെക്കുറിച്ച് കൂടുതൽ പറയാൻ കൽപ്പാത്തിക്കാർക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ഇത് പല്ലക്കാണല്ലേ? ഇത് കാളവണ്ടി വലിച്ചുകൊണ്ട് പോകുന്നല്ലേ? കാളവണ്ടിയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ തേരിന്ന് ഇറങ്ങിയിട്ട് ഇതിനകത്ത് ഇരുന്നിട്ട് വീണ്ടും ഗ്രാമപ്രദർശനം വരും. ഗ്രാമപ്രദർശനം വെച്ച് ഇവിടുത്തെ പെണ്ണുങ്ങൾ കുരുതി കാണിച്ച് ആരാധിച്ച് ശുദ്ധീകരണം ചെയ്ത് ഭഗവാൻ ഉള്ളിൽ കയറി നാളെ രാവിലെ കൊടിയിറങ്ങും. രാവിലെ ഒരു 9 മണിക്ക് കൊടിയിറങ്ങും. അങ്ങനെ രഥോത്സവ വിശേഷങ്ങൾ ഞങ്ങളോട് പറയാൻ കുട്ടൻചേട്ടനോടൊപ്പം സുരേഷ് ചേട്ടനും കൂടി. കാരണം ഇതൊരു ഐതിഹ്യം, ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ ഒരു പ്രധാനമാണ്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എല്ലാവരും വൃശ്ചിക മാസത്തിൽ മാറിയിട്ട് പോകുന്ന ഒരു വ്രതം നോക്കുന്ന സംഭവം കൂടിയാണ്. നാളെ വ്രതം സ്റ്റാർട്ട് ചെയ്യണേ 2 മാസക്കാലമായിട്ട് വ്രതം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞാൽ ചില ആൾക്കാരുടെ വീട്ടിലൊക്കെ മദ്യവെക്കുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് പറയേണ്ടത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ആയിരിക്കണമല്ലോ ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഇടുന്നത്. നാളെ കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ എല്ലാവരും മാറിയിടും എന്ന് കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമാണ്. കാരണം 2 മാസം വ്രതം നോറ്റിരിക്കുന്ന സംഭവം ഞാൻ വീട്ടിലെ ഇറച്ചിയോ മീനോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ തേറി കഴിഞ്ഞ പ്രധാനം അതാണ്, ഏറ്റവും വലിയ പ്രധാനം അതാണ്. കാരണം ആ ഒരു മാസം മാത്രമാണ് ആൾക്കാർ ആലോചിക്കുന്നത്. കാരണം സാധാരണ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്രതവുമില്ല. കാരണം ഈ ഒരു വൃശ്ചിക മാസം വ്രതം പറഞ്ഞാൽ തേറി കഴിഞ്ഞാൽ നാളെ നമുക്ക് അറിയാം രാവിലെ ഒരു 5 മണിക്ക് വന്നാൽ മാലിടാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കും. മാലിടാൻ വേണ്ടി ഈ കൽപ്പാത്തിയിൽ നിന്നിട്ട്
കാശിന്റെ പകുതിയാണ് ഇതിന്റെ സ്ഥലം. ഇത് ഏറ്റവും വലിയ പ്രധാനമായ അമ്പലമാണ്. കാശിന്റെ അടുത്ത് ഇവിടെയാണ് മരിച്ചിട്ട് ഈ ഇതൊക്കെ ചെയ്യുന്ന കർമ്മതികളൊക്കെ ഈ സ്ഥലമാണ് മെയിനായുള്ള സ്ഥലം. അവസാന തേരാണ് വേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മേളം കരലും കഴിഞ്ഞു കഴിഞ്ഞാൽ സമാപനം. കാരണം നമ്മൾ 4 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ രാജകുടുംബത്തിലെ ആൾക്കാരെ ആ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ ആ രാജാവിനെ പൂജ കഴിച്ച് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആവാഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സമാപനം. അത് കഴിഞ്ഞാൽ രാജാവ് ഓരോ വർഷത്തിലുള്ള ഗുരുദക്ഷിണ കൊടുക്കും. ഈ പണിക്കാർക്ക് ജോലിക്കാർക്ക് 10 രൂപ 20 നോട്ട് കൊടുക്കും. അവരെല്ലാം കായത്തോട്ട് വന്നിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐശ്വര്യമാണ്. ഒരു വർഷം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അടുത്ത വർഷം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രാധാന്യം കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എല്ലാ രാജാവ് എല്ലാ കൊല്ലവും ആദ്യ തവണ 10 റുപ്യ വന്നു, പിന്നെ 15 ഇപ്പോൾ 20 റുപ്യ പുതിയ നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഭദ്രമായി വീട്ടിൽ കാത്തു സൂക്ഷിച്ച് വീട്ടിൽ വെക്കും. അടുത്ത തവണ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സംഭവിച്ച കൂടുതലുണ്ടായാൽ അത് രാജാവിൻ്റെ പുണ്യമായി കാണുന്നു. അതൊക്കെ എല്ലാം ഐശ്വര്യം തന്നെയാണ്. കാരണം ആ തേര് തുടങ്ങിയ മുതലുള്ള ആഹാരം കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. വളരെ സന്തോഷമായി ചോദിക്കുന്നത്. സാധാരണ നമ്മൾ കൽപ്പാത്തി തേര് തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഒന്നെങ്കിലും ഒരു വളർത്തവും, അത് കഴിഞ്ഞാൽ ഈ കൽപ്പാത്തി തേര് രഥം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെടും. അതായത് അത് ദൃഷ്ടിയാണ്. കാരണം ദൃഷ്ടി കഴിക്കണം എന്നാണ്. പണ്ട് നമ്മൾ തേര് തുടങ്ങുന്ന മുമ്പ് തന്നെ ഒരു പൂമാല കെട്ടിയിട്ട് ദൃഷ്ടി കഴിക്കും. ആ ദൃഷ്ടി കഴിച്ചാലും രഥം കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരാൾ മരിക്കുന്നുള്ള കാര്യം ശതമാനം 25 കൊല്ലത്തിൽ 25 കൊല്ലം അനുഭവിച്ച ആളാണ്. 100% മുന്നിൽ പോകുന്ന ആളാണ്. അപ്പോൾ അതൊരു ഐതിഹ്യമാണ്. കാരണം അത് ചിലപ്പോൾ അറിയാത്ത ആളുകൾ പെടുകയായിരിക്കാം. കാരണം അത് അടിയൊഴുക്കുള്ള പുഴ കൊണ്ടും പൊട്ടു പോകുന്നതാണ്. പക്ഷെ അത് ഈ തേര് കഴിഞ്ഞാൽ അത് സാധാരണ മരണമുള്ള സംഭവമാണ്. ഒന്നിനും തേര് മുമ്പ് പോവും, അല്ലെങ്കിൽ തേര് കഴിഞ്ഞിട്ട് അത് ദൃഷ്ടി പോവുകയാണ്. കാരണം ദൃഷ്ടി കൊണ്ട് പോവുകയാണ്. കൽപ്പാത്തി ദേവിയുടെ ദൃഷ്ടി കഴിഞ്ഞാൽ കഴിഞ്ഞ് പോവുകയാണ്. അത് 100% പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട് ഇതേപോലെ. ഇനിയിപ്പോൾ ഈ കൊല്ലം മുമ്പ് പോയിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 100%. ഇപ്പൊ മഴയില്ലാതെ കാരണം ആ സംഭവം കുറച്ച് ഈ കൊല്ലം ഇല്ല. 100% കഴിഞ്ഞ മാസം ഒന്ന് പോയതാണ്. കഴിഞ്ഞ മാസം ഒന്ന് പോയത് തമിഴ്നാടുകാരനായിരുന്നു. കഴിഞ്ഞ മാസം പോയി. സാധാരണ നമ്മൾ ഐതിഹ്യത്തിന് മുമ്പ് തന്നെ പോകേണ്ടതാണ്. ഐതിഹ്യം തുടങ്ങുമ്പോൾ വന്നു. കാരണം തേര് തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഈ പണ്ട് പറഞ്ഞ പോലെ മറ്റേ ഈ കരിമാവിയെ കെട്ടി വയ്ക്കുന്ന മാതിരി ഇവിടെ ഉള്ളൊരു മറ്റേ എന്താ പറയുക ഒരു കോല് കെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വക്കൽ ചുറ്റിട്ട് നമ്മൾ കൊടുമാവിയെ കെട്ടി വയ്ക്കുന്ന മാതിരി വരും. അത് ഐതിഹ്യ ചുറ്റുകളിൽ അങ്ങനെ സമയത്ത് പോകുകയാണ്. ആ ദൈവത്തിനെ സ്തുതി വരുത്തുകയാണ്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പ്രധാനത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം ഒന്ന് കൊണ്ടുപോകും. അതിപ്പോൾ ആരാണ് കൊണ്ടുപോകണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് 100% കൊണ്ടുപോകും. കാരണം അവിടെ അടി ഒഴുക്കുണ്ടെങ്കിലും അടി ഒഴുക്കില്ലെങ്കിലും ആ ദൈവത്തിന്റെ പ്രധാനമാണ്. ആരെങ്കിലും ഒന്ന് പോകും. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയെത്ര സംസ്കാരങ്ങളാണല്ലേ നമ്മുടെ നാടിനുള്ളത്. ഈ രഥോത്സവം തീരുന്നതോടെ ഒരു നാട് മുഴുവൻ മാലയിട്ട് 2 മാസം വ്രതമെടുത്ത് അയ്യനെ കാണാൻ മല ചവിട്ടുമത്രേ. അവരോട് യാത്രയും പറഞ്ഞ് കൽപ്പാത്തി അഗ്രഹാരത്തിലൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ മനസ്സ് നിറയെ ഞങ്ങളെ ഇവരിലൊരാളാക്കി കൂടെ നിർത്തി കാഴ്ചകളും അറിവുകളും പകർന്നു തന്ന പാലക്കാട്ടുകാരുടെ സ്നേഹവും കരുതലുമായിരുന്നു. ഇവിടെ യാത്രകൾ തുടരുകയാണ്.